നമ്മൾ ചെയ്യാൻ പോകുന്നത് വർത്തമാൻ കൂൾനിത്തിയാണും 3.5 mm ഹുക്ക് ഉപയോഗിച്ചിട്ടാണ്. നിങ്ങൾക്ക് 3.5 mm അല്ല 4 mm ഹുക്ക് ഉപയോഗിച്ചിട്ടായാലും ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ആദ്യം ചെയ്തിരിക്കുന്നത് ഹെഡ് സർക്കംഫറൻസിന് ഈക്വലൻ്റ് ആയിട്ട് ഹെഡ് സർക്കംഫറൻസ് എത്രയാണോ വരുന്നത്, നമ്മുടെ സ്റ്റാൻഡേർഡ് സൈസിങ് ചാർട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് അളക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെയായാലും അളന്ന് നോക്കിയിട്ട് ഹെഡ് സർക്കംഫറൻസ് നോക്കുക. എന്നിട്ട് അതിന് ഈക്വലൻ്റ് ആയിട്ട് ചെയ്യുന്നത് 10ൻ്റെ മൾട്ടിപ്പിൾ ആണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലത്, അല്ല എന്നുണ്ടെങ്കിലും കുഴപ്പമില്ല. ഓക്കെ, ഇനി അതിൻ്റെ കൂടെ ഇപ്പം ഞാൻ ടോട്ടൽ 90 ചെയിൻസാണ് ഇട്ടിരിക്കുന്നത് എനിക്ക് ആ ലെങ്ത്ത് കിട്ടാൻ വേണ്ടിയിട്ട്, ഒരു 14 ഇഞ്ച് ലെങ്ത്ത് കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി ഞാൻ അഡീഷണലി 3 ചെയിൻസ് കൊടുക്കുകയാണ്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ 3 ചെയിൻ സ്കിപ്പ് ചെയ്ത് നാലാമത്തെ 1 2 3 ഈ 3 ചെയിൻ സ്കിപ്പ് ചെയ്തിട്ട് നാലാമത്തതിലേക്ക് നമ്മളൊരു ഡബിൾ ക്രോഷ്യ ചെയ്യുകയാണ്. ഓക്കെ, ഫസ്റ്റ് സ്റ്റിച്ചിൽ എപ്പോഴും സ്റ്റിച്ച് മാർക്കർ ഇട്ട് കൊടുക്കുക. ഇനി എന്ത് ചെയ്യുക, ഇനി ഓരോ സ്റ്റിച്ചിലും നമ്മൾ ഓരോ ഡബിൾ ക്രോഷ്യ വീതം ഫുൾ ചെയ്ത് കൊടുക്കുക. ഓരോ സ്റ്റിച്ചിലും ഓരോ ഡബിൾ ക്രോഷ്യ. എൻഡയർ മെഷർമെൻറ്റ്, അതായത് അവസാനം വരെ ഇതിൻ്റെ അങ്ങറ്റെത്തുന്നത് വരെ നമ്മൾ എന്ത് ചെയ്യണം, ഓരോ സ്റ്റിച്ചിലും ഓരോ ഡബിൾ ക്രോഷ്യ വീതം ചെയ്ത് കൊടുക്കണം. ഓക്കെ, ഓരോ ഡബിൾ ക്രോഷ്യ വീതം ഓരോ സ്റ്റിച്ചിലും. ഞാനിപ്പോൾ ഇത് ഈ റോ ഫുൾ കംപ്ലീറ്റ് ചെയ്തിട്ട് ഞാൻ തിരിച്ചു വരാം. നമ്മളങ്ങനെ ആ റോ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി സെക്കൻഡ് റോ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ചെയിൻ 4 1 2 3 4 എന്നിട്ട് ഈ ആദ്യത്തെ സ്റ്റിച്ച് സ്കിപ്പ് ചെയ്യണം. ആദ്യത്തെ സ്റ്റിച്ച് സ്കിപ്പ് ചെയ്ത് രണ്ടാമത്തതിലേക്ക് നമ്മളൊരു ഡബിൾ ക്രോഷ്യ ചെയ്യണം. ഇനി നമ്മൾ റിപ്പീറ്റ് ചെയ്യേണ്ടത് ചെയിൻ 1, ഇനി നമ്മൾ സ്കിപ്പ് ചെയ്യേണ്ട, അടുത്ത സ്റ്റിച്ചിലേക്ക് നേരെ ഡബിൾ ക്രോഷ്യ, ചെയിൻ 1, അടുത്തതിലേക്ക് കണ്ടോ, അടുത്തതിലേക്ക് ഡബിൾ ക്രോഷ്യ, ചെയിൻ 1, ഡബിൾ ക്രോഷ്യ. ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ നമ്മൾ സ്കിപ്പൊന്നും ചെയ്യുന്നില്ല, നമ്മൾ ജസ്റ്റ് ചെയിൻ 1 ചെയ്യുന്നു, നേരെ അടുത്ത സ്റ്റിച്ചിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, അടുത്ത സ്റ്റിച്ചിലേക്ക് ഡബിൾ ക്രോഷ്യ ചെയ്യുന്നു. ഇത് തന്നെ നമ്മൾ എൻറ്റയർ റോ റിപ്പീറ്റ് ചെയ്യാൻ പോവാണ്. ചെയിൻ 1, നെക്സ്റ്റ് സ്റ്റിച്ചിലേക്ക് ഒരു ഡബിൾ ക്രോഷ്യ. നമ്മളങ്ങനെ നമ്മുടെ സെക്കൻഡ് റോ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ തേർഡ് റോ ചെയ്യാനായിട്ട് ചെയിൻ 3 ചെയ്യുക, എന്നിട്ട് വർക്ക് ടേൺ ചെയ്യുക. നമ്മൾ എല്ലാ സ്റ്റിച്ചിലും നമ്മൾ ഓരോ ഡബിൾ ക്രോഷ്യ ഇതും ചെയ്യണം. എല്ലാ സ്റ്റിച്ച് എന്ന് പറയുമ്പോൾ ഇത് ആദ്യത്തെ സ്റ്റിച്ച്. ഓക്കെ, അതായത് ഈ സ്ട്രെയിറ്റ് നമ്മുടെ ഡബിൾ ക്രോഷ്യയുടെ മുകളിൽ വരുന്നതാണ് ആദ്യത്തെ സ്റ്റിച്ച്. നമ്മൾ ആദ്യത്തെ സ്റ്റിച്ചിൽ ഒരു ഡബിൾ ക്രോഷ്യ ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഈ ചെയിൻ 1 സ്പേസ് ഇല്ലേ, ചെയിൻ 1 സ്പേസിലേക്ക് ഒരു ഡബിൾ ക്രോഷ്യ. അടുത്തത് ഇനി ഇതിൻ്റെ മുകളിലുള്ള സ്റ്റിച്ചിൽ ഇനി അടുത്തത് ചെയിൻ സ്പേസിൽ. അങ്ങനെ ഫുൾ നമ്മൾ ഡബിൾ ക്രോഷ്യ ചെയ്യണം. അതായത് ഈ സ്റ്റിച്ചിൻ്റെ മുകളിലും ഈ ചെയിൻ 1 സ്പേസിലും നമ്മൾ ഡബിൾ ക്രോഷ്യ ചെയ്യണം. എല്ലാ സ്റ്റിച്ചിലും ഡബിൾ ക്രോഷ്യ വരണം. അങ്ങനെ ഈ റോ ഫുൾ ഡബിൾ ക്രോഷ്യ വെച്ച് കംപ്ലീറ്റ് ചെയ്തിട്ട് തിരിച്ചു വരാം. ഓക്കെ, ഇതുപോലെ ചെയിൻ 1 ചെയ്യുമ്പോൾ ജസ്റ്റ് ഇതിൽ കൂടെ ഉള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ചെയ്താൽ മതി. ഡബിൾ ക്രോഷ്യ കൂടെ ചെയ്യുമ്പോൾ ഡബിൾ ക്രോഷ്യയുടെ മുകളിൽ കണ്ടോ ഈ വി സ്റ്റിച്ചിലെ ആ വിയിലേക്ക് വേണം ചെയ്യാനായിട്ട്. കണ്ടോ, ഈ വിയിലേക്ക് വേണം ഇൻസേർട്ട് ചെയ്ത് ചെയ്യാൻ വേണ്ടിയിട്ട്. സ്പേസിൽ നേരെ സ്പേസിലേക്ക് ചെയ്താൽ മതി. കണ്ടോ, ഇതുപോലെ ഈ റോ ഫുൾ കംപ്ലീറ്റ് ചെയ്തിട്ട് തിരിച്ചു വരാം.
നമ്മളങ്ങനെ 6 റോ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ജോയിൻ ചെയ്യാണ് വേണ്ടത്, ട്വിസ്റ്റ് ഒന്നും ആവാതെ. ഓക്കെ, കറക്റ്റായിട്ട് ഇങ്ങനെ വെച്ച് നോക്കുക. ഓക്കെ, വെച്ച് നോക്കിയിട്ട് നമ്മുടെ ഇവിടുത്തെ ഫസ്റ്റ് സ്റ്റിച്ചിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക, ഇതാണ് ഫസ്റ്റ് സ്റ്റിച്ച്, കണ്ടോ? ഫസ്റ്റ് സ്റ്റിച്ചിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക, ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. ഓക്കെ, ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് അടുത്ത റോ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ചെയിൻ 3 ചെയ്യുക. ആദ്യത്തെ 9 സ്റ്റിച്ചിലേക്ക് ഓരോ ഡബിൾ ക്രോഷ്യ വീതം ചെയ്യുക. 1 2 3 4 5 6 7 8 9. അപ്പോൾ ആദ്യത്തെ 9 സ്റ്റിച്ചിലേക്ക് നമ്മൾ ഓരോ ഡബിൾ ക്രോഷ്യ വീതം ചെയ്യുക. ഇനി അടുത്ത 10ാമത്തെ സ്റ്റിച്ചിലേക്ക് നമ്മൾ ഒരു ഇൻക്രീസ് ചെയ്യുക. ഇൻക്രീസ് എന്ന് പറഞ്ഞാൽ അറിയാലോ, ഒരു സ്റ്റിച്ചിൽ തന്നെ 2 ഡബിൾ ക്രോഷ്യ. 10ാമത്തതിൽ നമ്മൾ ഒരു ഇൻക്രീസ് ചെയ്യുക. കണ്ടോ, ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് തന്നെയാണ് റിപ്പീറ്റ് ചെയ്യേണ്ടത്. അടുത്ത 9 സ്റ്റിച്ചിൽ ഓരോ ഡബിൾ ക്രോഷ്യ വീതം, 10ാമത്തെ സ്റ്റിച്ചിൽ ഇൻക്രീസും. അങ്ങനെ നമുക്ക് ഈ റൗണ്ട് ഫുൾ കംപ്ലീറ്റ് ചെയ്യാം. ആദ്യത്തെ 9 സ്റ്റിച്ചിൽ ഓരോ ഡബിൾ ക്രോഷ്യ, 10ാമത്തതിൽ ഒരു ഇൻക്രീസ്. നമ്മൾ 6 റോ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ചെയ്യുന്നത് ബേസ് ചെയിൻ നമ്മൾ ആദ്യത്തെ റോയിൽ ചെയ്തപ്പോൾ കറക്റ്റ് 10ൻ്റെ മൾട്ടിപ്പിളാണ് വന്നിരുന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് 9 എണ്ണം കഴിഞ്ഞിട്ട് ഒരു ഇൻക്രീസ് ചെയ്ത് അങ്ങനെ നമുക്ക് അവസാനിപ്പിക്കാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഡബിൾ ക്രോഷ്യകൾ ഏതെങ്കിലും ചെയ്തിട്ടായിരിക്കും അവസാനിപ്പിക്കുന്നത്. കംപ്ലീറ്റ്ലി ഓക്കെയാണ്. മെയിനായിട്ട് നോക്കേണ്ടത് 9 ഡബിൾ ക്രോഷ്യയും ഒരു ഇൻക്രീസും ചെയ്യുന്ന രീതിയിൽ ചെയ്യുക. എവിടെ വെച്ചാണോ നമ്മുടെ എൻഡ് എത്തുന്നത് അവിടെ വെച്ച് നിർത്തുക എന്നുള്ളതാണ്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇത് അറ്റാച്ച് ചെയ്യാനായിട്ട് നമ്മുടെ ഫസ്റ്റ് സ്റ്റിച്ച് എടുക്കുക. ഫസ്റ്റ് സ്റ്റിച്ചിലേക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്കൊരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാം. അങ്ങനെ ആ റൗണ്ട് കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഇങ്ങനെയായിരിക്കും ജോയിൻ ചെയ്ത് വരുന്നത്. ഇനി നമ്മൾ അടുത്ത റോ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ചെയ്യേണ്ടത് ചെയിൻ 3 ചെയ്യുക. സെയിം സ്റ്റിച്ചിൽ തന്നെ ഒരു ഡബിൾ ക്രോഷ്യ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമ്മളൊരു ചെയിൻ 1 ചെയ്യണം. എന്നിട്ട് സെയിം സ്റ്റിച്ചിൽ തന്നെ, കണ്ടോ, ഈ സെയിം നമ്മൾ നേരത്തെ ഡബിൾ ക്രോഷ്യ ഇട്ട സെയിം സ്റ്റിച്ചിൽ തന്നെ 2 ഡബിൾ ക്രോഷ്യ ഇടാം. ഇതിനെയാണ് നമ്മൾ പറയുന്നത് വി സ്റ്റിച്ച് എന്ന് പറയുന്നത്. നമ്മൾ ആദ്യം ചെയിൻ 3 ഇട്ടു, ആ സ്റ്റിച്ചിലേക്ക് തന്നെ ഡബിൾ ക്രോഷ്യ ഇട്ടു, പിന്നെ ചെയിൻ 1 ചെയ്തു, പിന്നെ ആ സ്റ്റിച്ചിലേക്ക് തന്നെ 2 ഡബിൾ ക്രോഷ്യ ഇട്ടു. ഇനി നമ്മൾ റിപ്പീറ്റ് ചെയ്യാൻ പോകുന്നത് ഒരു സ്റ്റിച്ച് സ്കിപ്പ് ചെയ്യുക, അടുത്ത സ്റ്റിച്ചിലേക്ക് ഒരു സ്റ്റിച്ച് സ്കിപ്പ് ചെയ്യുക, അടുത്ത സ്റ്റിച്ചിലേക്ക് 2 ഡബിൾ ക്രോഷ്യ, ചെയിൻ 1, 2 ഡബിൾ ക്രോഷ്യ, 2 ഡബിൾ ക്രോഷ്യ, ചെയിൻ 1, 2 ഡബിൾ ക്രോഷ്യ. കണ്ടോ? ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഒന്നും കൂടി ഒരു സ്റ്റിച്ച് സ്കിപ്പ് ചെയ്യുക അടുത്തതിലേക്ക്. അപ്പോൾ നമ്മൾ ഇതായിരിക്കും നമ്മൾ റിപ്പീറ്റ് ചെയ്ത് ചെയ്യാൻ പോകുന്നത്. ഒരു സ്റ്റിച്ച് സ്കിപ്പ് ചെയ്യുക, അടുത്തതിലേക്ക് 2 ഡബിൾ ക്രോഷ്യ, ചെയിൻ 1, അതിലേക്ക് തന്നെ 2 ഡബിൾ ക്രോഷ്യ. ഇനി അടുത്ത സ്റ്റിച്ച് സ്കിപ്പ് ചെയ്യുക, അടുത്തതിലേക്ക് സെയിം തന്നെ 2 ഡബിൾ ക്രോഷ്യ, ചെയിൻ 1, 2 ഡബിൾ ക്രോഷ്യ. ഇത് നമ്മൾ എൻ്റയർ റോ ഫുള്ളായിട്ട് നമ്മൾ റിപ്പീറ്റ് ചെയ്യണം. 2 ഡബിൾ ക്രോഷ്യ, ചെയിൻ 1, 2 ഡബിൾ ക്രോഷ്യ. അടുത്തത് സ്കിപ്പ് ചെയ്യുക, അടുത്ത സ്റ്റിച്ച് സ്കിപ്പ് ചെയ്യുക. ഇങ്ങനെ നമ്മൾ എൻ്റെ റോ ഫുൾ സ്കിപ്പ് 1, 2 ഡബിൾ ക്രോഷ്യ, ചെയിൻ 1, 2 ഡബിൾ ക്രോഷ്യ, സ്കിപ്പ് 1 എന്നുള്ള രീതിയിൽ
നമ്മൾ ഈ എൻ്റെ റോ ഫുൾ നമ്മൾ ചെയ്ത് തീർക്കണം. അപ്പം ഇത് ഫുൾ കംപ്ലീറ്റ് ചെയ്തിട്ട് തിരിച്ചു വരാം. അങ്ങനെ ലാസ്റ്റ് സ്റ്റിച്ച് വരെ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തിട്ട് നമ്മൾ ഈ സെൻറ്റർ എത്തുന്നത് വരെ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യണം. അപ്പോൾ നമുക്കിവിടെ 2 സ്റ്റിച്ച് കാണാൻ പറ്റും. അപ്പോൾ ആദ്യത്തേൽ നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക. ഓക്കെ, അടുത്തത് നമ്മുടെ സെൻറ്ററിലായിരിക്കും സ്ലിപ്പ് സ്റ്റിച്ച്. കണ്ടോ, നമ്മൾ ആ ചെയിൻ 1 ഇട്ടില്ലേ, ആ ചെയിൻ 1 ഇട്ട സെൻറ്ററിലും സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക. കണ്ടോ, സെൻറ്ററിലെത്തി. ഇനി നമ്മൾ ചെയ്യേണ്ടത് അടുത്ത റോ സ്റ്റാർട്ട് ചെയ്യാൻ ചെയിൻ 3 ചെയ്യുക. ഈ സെയിം ഹോളിൽ തന്നെ 2 ഡബിൾ ക്രോഷ്യ ചെയ്യുക. 1 2. അപ്പോൾ നമ്മൾ ഈ ചെയിൻ 3 ചെയ്തതിന് നമ്മളൊരു ഡബിൾ ക്രോഷ്യ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ 2 ഡബിൾ ക്രോഷ്യ അഡീഷണൽ ചെയ്തു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ചെയിൻ 1 ചെയ്യുക. ഇനി ഇതേ ഹോളിൽ തന്നെ, ഇതേ ചെയിൻ 1 സ്പേസിൽ തന്നെ 3 ഡബിൾ ക്രോഷ്യ ചെയ്യുക. 1 2 3. ഇനി ഇത് തന്നെയാണ് നമ്മൾ റിപ്പീറ്റ് ചെയ്ത് പോകണം. നമ്മൾ ഇനി അടുത്ത വി സ്റ്റിച്ചില്ലേ, ഇവിടെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത വി സ്റ്റിച്ചിലേക്ക് 3 ഡബിൾ ക്രോഷ്യ, 3 ഡബിൾ ക്രോഷ്യ, അത് കഴിഞ്ഞിട്ട് നമ്മളൊരു ചെയിൻ 1 ചെയ്യുക. ചെയിൻ 1 3 ഡബിൾ ക്രോഷ്യ അതിൽ തന്നെ. ക്ലിയർ ആയോ? ഇനി അടുത്തത് നമ്മൾ അടുത്ത വിയിലേക്ക് കിടക്കാം. അപ്പോൾ ഇവിടുത്തെ വി ചെയ്ത് കഴിഞ്ഞ് ഇനി ഇവിടുത്തെ വിയിലേക്ക് കിടക്കാം. സെയിം തന്നെ 3 ഡബിൾ ക്രോഷ്യ, ചെയിൻ 1 സെയിം സ്റ്റിച്ചിലേക്ക് തന്നെ കണ്ടോ, സെയിം ഹോളിലേക്ക് തന്നെയാണ് നമ്മളെല്ലാം ചെയ്യുന്നത്. 3 ഡബിൾ ക്രോഷ്യ. ഇങ്ങനെ നമ്മൾ ഓരോ ഈ ചെയിൻ 1 സ്പേസിൻ്റെ ഹോളില്ലേ, 2 ഡബിൾ ക്രോഷ്യ ചെയിൻ 1 2 ഡബിൾ ക്രോഷ്യയുടെ ചെയിൻ 1 സ്പേസില്ലേ, ആ ചെയിൻ 1 സ്പേസിലേക്ക് നമ്മൾ 3 ഡബിൾ ക്രോഷ്യ ചെയിൻ 1 3 ഡബിൾ ക്രോഷ്യ നമ്മൾ ചെയ്യണം. ഈ കംപ്ലീറ്റ് റോ ഇതുപോലെ തന്നെ ചെയ്തിട്ട് നിങ്ങൾക്ക് തിരിച്ചു വരാം. അത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ യോക്ക് പോർഷൻ നമ്മുടെ റെഡി ആയിട്ടുണ്ടാവും. അപ്പം ഞാനിത് അതുപോലെ തന്നെ എന്ത് ചെയ്യും, അടുത്ത ചെയിൻ 1 സ്പേസിൽ 3 ഡബിൾ ക്രോഷ്യ ചെയിൻ 1 3 ഡബിൾ ക്രോഷ്യ, അത് കഴിഞ്ഞിട്ട് അടുത്ത ചെയിൻ സ്പേസിൽ 3 ഡബിൾ ക്രോഷ്യ ചെയിൻ 1 3 ഡബിൾ ക്രോഷ്യ, ഇങ്ങനെ നമുക്ക് എൻ്റയർ റോ നമുക്ക് ചെയ്തിട്ട് തിരിച്ചു വരാം. നമ്മളങ്ങനെ നമ്മുടെ ലാസ്റ്റ് സ്റ്റിച്ച് വരെ ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യേണ്ടത് സ്ലിപ്പ് സ്റ്റിച്ച് ഇടുക എന്നുള്ളതാണ്. എന്ത് ചെയ്യുക, ഫസ്റ്റ് സ്റ്റിച്ചിൽ ആദ്യം ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ഇടുക. അങ്ങനെ സെൻറ്ററിലെത്തുന്നത് വരെ, അതായത് ഇനി 2 എണ്ണം കൂടി. അടുത്ത സ്റ്റിച്ചിൽ ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ഇടുക. ഇനി അടുത്തത് നമ്മുടെ സെൻറ്ററാണ് അല്ലേ, അടുത്തത് നമ്മുടെ സെൻറ്ററിലും കൂടി ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ഇടുക. കഴിഞ്ഞു. ഇനി നമുക്ക് ചെയിൻ 3 ചെയ്യാം, അടുത്ത റോ സ്റ്റാർട്ട് ചെയ്യണതിന് മുന്നേ കേട്ടോ. 1 2 3 ചെയിൻ 3 ചെയ്ത് ഞാൻ പോസ് ചെയ്യണേ.